ഇനി ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഉണ്ടാകില്ല എന്ന് പറയുകയാണ് എഴുത്തുകാരനായ വി.ആർ. സുധീഷ്. സമൂഹത്തെ മനുഷ്യനെ സൂക്ഷ്മമായി കണ്ടു എന്നതാണ് എം.ഡിയെ വേറിട്ട് നിർത്തുന്നതെന്നും എഴുത്തുകാരനായ വി.ആർ. സുധീഷ് പറയുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, പക്ഷെ സൂക്ഷ്മത്തിൽ തിരിച്ചറിയും. കഴിവുള്ളവരെയും കഴിവില്ലാത്തവരെയും തിരിച്ചറിയും, മനുഷ്യനെയും മനുഷ്യ പറ്റില്ലാത്തവരെയും തിരിച്ചറിയും. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അദ്ദേഹം അടുക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പരിസരത്തുള്ള സമൂഹത്തിലെ മനുഷ്യരെ സൂക്ഷ്മമായി നോക്കിക്കണ്ടു. ആ മനുഷ്യർക്കകത്തുള്ള അന്തസംഘർഷങ്ങളും അവരുടെ ആനന്ദങ്ങളും അവരുടെ വേദനകളും ഒക്കെ തിരിച്ചറിയും. ഇനിയൊരു എം.ടി ഉണ്ടാവില്ല, ഇനി ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഉണ്ടാവുകയില്ല. വി.ആർ. സുധീഷാണ് നമ്മോട് സംസാരിച്ചത്. എം.ഡിയുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു സുധീഷ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു സന്ദർശകൻ കൂടിയായിരുന്നു. എം.ഡിക്കും വ്യക്തിപരമായി വലിയ താല്പര്യമുള്ള എഴുത്തുകാരനായിരുന്നു വി.ആർ. സുധീഷ്. ഇനി ആഷ്മി താജ് ഇബ്രാഹിം സിത്താരയ്ക്ക് മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ എം.ഡിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. മന്ത്രിമാരൊക്കെ വന്നു പോകുന്നുണ്ട്. അതുപോലെ ചീഫ് സെക്രട്ടറിയും ആദരാഞ്ജലികൾ അർപ്പിച്ച് കടന്നുപോയി. ആഷ്മി, ഇപ്പോഴും അവിടെ ഒഴുക്ക് തുടരുകയാണോ? ദാസ്കാൻ ഒരുക്ക് തുടങ്ങുകയാണ്. സ്പീക്കർ എൻ ഷംസീർ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എം.ഡി ഒരു നോക്ക് കാണാൻ വേണ്ടി. അതിനുശേഷം ഒരുപക്ഷെ സ്പീക്കർ മാധ്യമങ്ങളോട് സംസാരിക്കുമായിരിക്കും. എസ്കെൻ, ഒരു കാര്യം ഉറപ്പാണ്, നൂറുകണക്കിന് മനുഷ്യരാണ് എം.ടി ഒരു നോക്ക് കാണുക എന്ന ഉദ്ദേശത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ഉറപ്പായും നഷ്ടബോധത്തിന് നട്ടുച്ചയാണ്. കൊടും വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ആ ചൂടിനെ ഒന്നും വകവയ്ക്കാതെ നൂറുകണക്കിന് മനുഷ്യർ ആ റോഡിലൊക്കെ തടിച്ചുകൂടി നിൽക്കുന്നു. ഇങ്ങോട്ടേക്ക് ഇതൊരു ചെറിയ വഴിയാണ്. കൊട്ടാരം റോഡ് ഒരു എസ്കെൻ അറിയാം. ഇത് കൊട്ടാരം റോഡ് ഇതൊരു ചെറിയ ഒരു ഇടവഴിയാണ്. ഒറ്റ വരിയായി മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയുകയുള്ളൂ. ഒറ്റ വരിയായി അങ്ങനെ കണ്ണിമുറിയാതെ ഇങ്ങോട്ടേക്ക് വന്ന് എം.ടി അവരുടെ പ്രിയപ്പെട്ട കഥാകാരൻ ഒരു നോക്ക് കാണുകയാണ്. എസ്കെൻ, നമുക്ക് ഓരോരുത്തരെ അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. എം.ഡി നമ്മൾ ഇത്രകാലം അറിഞ്ഞ വിസ്മയമല്ല, അതിനേക്കാൾ കൂടുതൽ മഹാവിസ്മയമാണ്. അത് വിസ്മയങ്ങളുടെ ഒരു മഹാസമുദ്രമാണ്. നമ്മൾ തിരിച്ചറിയുന്നു ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രതികരണങ്ങളിലൂടെ. ഓരോരോ കാര്യങ്ങളിൽ എം.ഡി നടത്തിയ ഇടപെടലുകൾ, മാനേജ്മെൻറ്റ് രീതിയിൽ നടത്തിയ ഇടപെടലുകൾ, തുഞ്ചൻ പറമ്പിൽ നടത്തിയ ഇടപെടലുകൾ, അല്ലെങ്കിൽ ചികിത്സാ സഹായത്തിന് നടത്തിയ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും തിലകക്കുറിയുള്ള ഏറ്റവും തലപ്പൊക്കമുള്ള മലയാളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന എഴുത്തുകാരൻ എന്നതിലുപരി എം.ഡി ഇടപെട്ട വ്യവഹരിച്ച മേഖലകളെക്കുറിച്ച് ഓരോരുത്തർ നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ട് കേട്ട് നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ കഴിയുക? ഉറപ്പായും എസ്കെൻ ഇനി വരും തലമുറ വിശ്വസിക്കില്ല 91 വയസ്സുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യായുസിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നു. ഇത്രയധികം ബാഹുല്യം, എഴുത്തിലെ ബാഹുല്യം എഴുത്തിലെ ബാഹുല്യം വരുമ്പോൾ പോലും അദ്ദേഹം എഴുതിയ ഒരൊറ്റ വരി പോലും മാറ്റി നിർത്താൻ കഴിയാത്തവണ്ണം അങ്ങേയറ്റം ക്വാളിറ്റി വർക്ക് ചെയ്ത ഒരു മനുഷ്യൻ. അത് ഈ ഭൂലോകത്ത് ഉണ്ടായിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കൽ പ്രയാസമാകും. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കഥാപാത്രങ്ങളും കൃതികളും ഇല്ലായിരുന്നുവെങ്കിൽ. എസ്കെൻ, ഇവിടെ ഓരോരോ കൃതികളെപ്പറ്റി തന്നെ ഓരോ മനുഷ്യർ വന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ, എം.ഡി അവരുമായി തമ്മിലുള്ള ബന്ധങ്ങൾ, ആ കൃതികളെ പറ്റിയുള്ള അവരുടെ വൈയക്തികമായ അനുഭവങ്ങൾ, ആ കൃതി എങ്ങനെയാണ് അവരുമായി വ്യക്തിപരമായി റിലേറ്റ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളോട് വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എം.ഡി എത്രത്തോളം ഒരു ഭാഷാ സമൂഹം എന്നുള്ള നിലയ്ക്ക് മലയാളിയെ സ്വാധീനിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. സ്കെൻ, അത്തരത്തിൽ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനില്ല എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. മലയാളി ഇപ്പോൾ ഉണ്ട്, ഒരുപാട് എഴുത്തുകാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, എണ്ണം പറഞ്ഞ എഴുത്തുകാർ ഉണ്ടായിട്ടുണ്ട്, നല്ല എഴുത്തുകാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെയും എല്ലാവരെയും ഒരു ഭാഷാ സമൂഹം എന്നുള്ള നിലയ്ക്ക്, മലയാളം ഭാഷ സംസാരിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും ഒരുപോലെ, കുട്ടികളെ മുതൽ വയോധികരെ വരെ, വയോജനങ്ങളെ വരെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുത്തുകാരനില്ല. ആ എഴുത്തുകാരൻ എം.ഡി മാത്രമായിരുന്നു. എം.ഡി ഇനി ഇല്ല എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. കൈരളി മലയാളം, അതിൻ്റെ വിതുമ്പൽ, അതിൻ്റെ വേദന, അതിൻ്റെ സങ്കടം നമ്മളിവിടെ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. എസ്കെ, എന്താ ഇവിടെ ഒരു 4 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് മാവൂർ റോഡിലുള്ള ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ ഇത്രത്തോളം ആളുകൾ വരുമ്പോൾ, ആളുകൾ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊതിച്ചോടിയോടി എത്തുമ്പോൾ എങ്ങനെയാണ് 4 മണി എന്നുള്ള ആ ടൈം ഫ്രെയിം പാലിക്കാൻ കഴിയുക എന്ന കാര്യം അറിയില്ല. പക്ഷേ എം.ഡി വാസുദേവൻ നായർ പൊതുദർശനം വേണ്ട എന്നതിന് കൃത്യമായി തന്നെ പറഞ്ഞതാണ്. ഔദ്യോഗിക ബഹുമതികൾ വേണ്ട, അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കെട്ടുകാഴ്ചകൾ വേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞ സാഹചര്യത്തിൽ അത് ഒരുപാട് ഇനി നീട്ടിക്കൊണ്ട് പോവില്ല. എസ്കെൻ, പരമാവധി വേഗതയിൽ പൂർത്തിയാക്കി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക എന്നതിന് ഉദ്ദേശം. അവിടെ ശ്മശാനത്തിൽ ഒരു ഔദ്യോഗിക ബഹുമതി പക്ഷേ സർക്കാർ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാതിരിക്കാനും കഴിയില്ല. അതിന് കാരണം എസ്കെൻ, നമ്മുടെ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ വരും കാലഘട്ടത്തിലെയും ഏറ്റവും തലമുതിർന്ന, ഏറ്റവും മഹാമേരുവായി നിൽക്കുന്ന ഒരു മാമല പോലെ നിൽക്കുന്ന ഒരു മഹാമനുഷ്യനാണ്, ഒരു പൊതുമനുഷ്യനാണ്. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിനൊരു സല്യൂട്ട് കൊടുക്കാതിരിക്കാനും തരമില്ല. അതുകൊണ്ട് മാവൂർ റോഡ് ശ്മശാനത്തിലാകും അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികൾ നൽകുക. എസ്കെൻ, അദ്ദേഹം ഈ കൈവച്ച മേഖലകളിലൊക്കെ
തൊട്ടതൊക്കെ പൊന്നാക്കിയ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അദ്ദേഹത്തിൻ്റെ വഴികൾ വെട്ടി ലോകസാഹിത്യത്തിൻ്റെ വാതായനങ്ങൾ മൊത്തം തുറന്ന് കേരളത്തിന് ലോകസാഹിത്യ വാതായനങ്ങൾ തുറക്കുന്ന എത്രയോ കാലം മുമ്പ് MD അദ്ദേഹത്തിൻ്റെ വഴികൾ കൂടെ ഈ പറയുന്ന ലോകസാഹിത്യ ട്രെൻഡുകൾ മുഴുവൻ അറിയുകയും ആ ട്രെൻഡുകൾ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വഴികളിൽ നിന്ന് അദ്ദേഹം സ്വന്തമായി വഴി വെട്ടി തുറന്ന് മുന്നോട്ടേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നമ്മുടെ എഴുത്തുകാർ MD അനുകരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്ന ഉണ്ടായി. A. റഹീം MP പറയുകയായിരുന്നു, എന്താണ് MD എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡ് സാധാരണ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക കാലഘട്ടത്തിലുണ്ടാകുന്ന ചില പ്രവണതകളാണ്. MD പക്ഷേ 10-70 വർഷമായി മാറ്റമില്ലാത്ത ഒരേ ട്രെൻഡാണ്. അത് MDയുടെ തലമുറയെ ത്രസിപ്പിച്ചു, അടുത്ത തലമുറയെ ത്രസിപ്പിച്ചു, വരാനിരിക്കുന്ന തലമുറയിൽ ത്രസിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ